ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ദിവസം ഉണ്ടോ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നു ഫ്രഷായി, ഇത് ജസ്റ്റ് വന്നത് ഇപ്പം തന്നെ ഫ്രഷായുള്ളൂ കേട്ടോ. പുള്ളി വന്നിട്ടില്ല, കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് മൂപ്പര് വരുള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു ഇതിലേക്ക് പുള്ളി കൂടി വന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ദിവസം എങ്ങനെയാണ് ഭക്ഷണ രീതി അത് ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതെ, പറഞ്ഞ് നാവെടുത്തില്ല, ആ പുണ്യ എത്തിയിട്ട വ്ളോഗ് നമ്മുടെ ഡെയിലി ഒരു ദിവസം ഷൂട്ട് ചെയ്ത് അതിനെന്തേതല്ലേ അല്ലേ പറഞ്ഞൊക്കെ മേടിച്ചില്ല പുണ്യെ, പറഞ്ഞൊക്കെ മേടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് ഞാനൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ. അതെ അല്ലേ, അപ്പൊ നമുക്ക് നാളെ ഒന്ന് ഇറങ്ങാൻ മുമ്പ് മേടിക്കാം. ഇല്ല അല്ലേ, ഞാൻ പറഞ്ഞില്ല ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ. ഇല്ല, ഞാൻ വെറുതെ ഒരു ഇന്നൊരു ഡേ എടുക്കാൻ വെച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഉദ്ദേശിക്കുന്നത്. എന്തുണ്ടാക്കണം അപ്പുണ്ണി പറയുന്ന പോലെ ഉണ്ടാക്കാം. രസം ചമ്മന്തി. നമ്മളിത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ വന്നു കഴിഞ്ഞ് ഒരിത്തിരി ചോറ് വെച്ച് പിന്നെ അപ്പുണ്ണി കുളിച്ചിട്ടൊക്കെ സുന്ദരക്കുട്ടനാവാൻ പോകണ്ടേ. ഇന്നെന്താണ് പ്ലാൻ? നമുക്ക് രസം ഉണ്ടാക്കാം, പപ്പടം വറക്കാം, ചമ്മന്തി. അതാ പപ്പടം ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ വറക്കാം. പിന്നെ നമുക്ക് ചേട്ടൻ കൊണ്ടു ഞണ്ടില്ലേ, മാർബിൾ കേക്ക് നാളെ രാവിലെ ആയിട്ട് ബാക്കി ഒരു ഹൈ കൊടുത്ത. അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോണു ഓരോന്നോരോന്നായിട്ട്. അത് ചോറിടാൻ പോകുന്നു. ചോറ് കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഊറ്റണം. അപ്പൊ തിളപ്പിച്ച് വിട്ടു. അപ്പുണ്ണിയുടെ ഫേവറേറ്റ് ആണ് മാങ്ങാ ചമ്മന്തി, അത് വെക്കാം. അപ്പൊ അപ്പുണ്ണി എനിക്ക് തിരിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ചോറ് വെച്ചാനുള്ള പ്ലാനുമായിട്ട് ഇതാണ് നമ്മുടെ പ്രിപ്പയർ അല്ലാത്ത വ്ലോഗ് എന്ന് പറയാം. ആകെ കുറച്ച് രണ്ട് പേർക്ക് മാത്രം കഴിക്കാനുള്ള രണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മീൻ വാങ്ങും, ചിലപ്പോൾ ഞണ്ട്. ജസ്റ്റ് ഇപ്പോൾ കറിയുടെ കൂടെ ജസ്റ്റ് ഒരു ഫ്രൈ കഴിക്കണമല്ലോ. കിച്ചണൊക്കെ ആദ്യം നല്ലപോലെ കിട്ടും. കാരണം നമ്മുടെ കുക്കിങ്ങിനൊക്കെ സാധനങ്ങളൊക്കെ ഇതായിട്ടൊക്കെ ചോറ് ഇങ്ങനെ വെച്ച് തിളപ്പിക്കാൻ മസാല പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപ്പൊക്കെ കേട്ടിട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം. കീർത്തിക്കുട്ടി അങ്ങനെ രസത്തിലോട്ട് പോകുന്നുണ്ട്. അച്ഛൻ വിളിക്കുന്നത് എന്റെ അച്ഛൻ കീർത്തിക്കുട്ടി എന്നാ വിളിക്കുക. കുട്ടിയുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാം കൊണ്ടും. കുട്ടിയായിട്ടിരിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമെങ്കിൽ വലിയ ആളായിട്ടിരിക്കട്ടെ. രസത്തിലുള്ള പുളി എടുക്കണം. എനിക്കിടെ വയ്യാത്തതുകൊണ്ട് എനിക്ക് വേണം കുറച്ച് പുളി. കുറച്ച് മതി. എനിക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രം കുറെ ഇടല്ലോ കേട്ടോ. കൊടംപുളിയൊക്കെ ഒരുപാട് ഇടണം അവിടെ പുളി വരുന്നെങ്കിൽ. ഇവിടുത്തെ പുളി പക്ഷെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സംഭവം. നാട്ടിലൊക്കെ നല്ല പുളിയുള്ള സംഭവം കൊണ്ടാലും ഇവിടെ കുറെ ഇട്ടാലും ഇവിടെ പുളി വരുന്നുണ്ട്. ഒന്നിനെ ക്ലൈമറ്റ് അല്ലെങ്കിൽ തോന്നല് രസമുണ്ടൊക്കെ മറന്നു പോയി. ആലോചിച്ചെടുക്കട്ടെ. ഞാൻ കറങ്ങി വന്നപ്പോ അങ്ങോട്ട് പോയ വില കളയരുത്. തീ കാണിക്കാണ് പ്രവാസികളുടെ ചോറ് പറ്റും. വെറൈറ്റി ആണ്, ചൂടാണ്.
കണ്ട ഇങ്ങനെ ചോറ് ഇങ്ങനെ ഊറ്റി ഇങ്ങനെ വെക്കുള്ളൂ. അവര് മട്ടൻ കഴിക്കില്ല. മീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് കഴിക്കുള്ളൂ. അതിന് അവിടെ വാല് മുറിഞ്ഞിട്ടുണ്ടോ ഇത് മുറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കഴിച്ച് ലാസ്റ്റ് ഇവിടെ ഞാൻ ലിമിറ്റഡ് ഫുഡാ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ രസം റെഡിയായി ഗൈസ്. അങ്ങനെ ഇന്നത്തെ രസം റെഡി ആയിരിക്കുകയാണ്. എന്റെ രസം അലമ്പാക്കിട്ട പുണ്ണി കായ ഇട ചെയ്തിട്ടുണ്ട്. രസം രസത്തിലായതല്ലേ. ഒരു കഷ്ണം ഒന്ന് മുറിച്ച് തിന്നിരുന്നു ഗൈസ്. അടിയായിരുന്നു ഇവിടെ. ഒരു കഷ്ണം മുറിച്ച് തിന്നായിരുന്നു. അത് കൊയ്ത് തട്ടാൻ വേണ്ടി തന്നതല്ലേ, അതെനിക്കാൻ വേണ്ടി തന്നതല്ലേ. അതല്ലേ ഗണപതിക്കല്ലേ. ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകണ്ട. അത് കഴിഞ്ഞിട്ട് പപ്പടം വറക്കാനുണ്ട്, പിന്നെ ഞണ്ട് ഫ്രൈ. അത് കൂടി കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ റെഡി. അപ്പുണ്ണിന് ചമ്മന്തിക്കുള്ളതൊക്കെ റെഡിയാക്കണം. എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ചോദിച്ചപ്പോൾ പീസ് വന്നിട്ടുണ്ട്. അതെ മാങ്ങാട മനസ്സിലാവുന്നത് വാഴലല്ല. ഒരു വായ കൂടി ചോദിച്ചിട്ട് തന്നില്ലേ കഴിച്ച് തന്നില്ല കേട്ടാ. ചെത്തി പയ്യക്ക് വെച്ചിട്ട് ഞാൻ ഒരെണ്ണില്ലേ ഒരെണ്ണം ഞാൻ അതിന് തിന്നപ്പോൾ എന്റെ കൈ പഠിച്ച് എന്നാലും ടേസ്റ്റ് ഉപ്പിട്ട് തിന്നാന്നറിയാം. നല്ല ഭംഗിയല്ലേ കാണാൻ കഴിച്ച്. ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ച മഞ്ഞ പിങ്ക് വൈറ്റ് വൈറ്റ് ഭംഗി എക്സ്ട്രാ കൂടിയിട്ട് ഈ ചമ്മന്തി ചമ്മന്തി മാങ്ങ ചമ്മന്തിക്ക് ടേസ്റ്റ് ശരിക്കും തൊലി കണ്ടില്ലേ, തൊലി കളഞ്ഞിട്ട് നമുക്ക് ടൈമില്ലാത്ത. പിന്നെ പിന്നെ നല്ല ബെല്ലുണ്ട്. നമുക്ക് തൊലി എടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. നല്ല ബെല്ലുണ്ട്. അല്ല ബെല്ലൊന്നുമില്ല, തൊലി സൂപ്പറായിട്ട് എടുക്കാം. പക്ഷേ കൂടിയതുകൊണ്ടും ടൈമില്ലാത്തതും. നമ്മുടെ ചമ്മന്തി കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സലാഡ് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്ന കൂക്കമ്പർ ഫുഡ് കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഇപ്രാവശ്യം ഫുഡിന് ഫ്രൂട്ട്സ് കിട്ടിയില്ല. പിന്നെ ഞാൻ സലാഡ് കുറച്ച് കീറ്റിലേക്ക് നല്ലതാ. അതല്ല ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ കുക്കുമ്പറൊക്കെ രാത്രി കഴിച്ചിട്ട് കിടന്നു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. നമ്മൾ പപ്പടം ഇന്ന് ഒഴിവാക്കിയിട്ട്, കാരണം മീൻ വറുത്തതുള്ളതുകൊണ്ട്. പിന്നെ പപ്പടത്തിൽ എണ്ണയുണ്ടല്ലോ, അപ്പോൾ മീൻ വറുത്തതിൽ എണ്ണ രണ്ട് എണ്ണയും കൂടി ഹെൽത്തിന് കയറണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പപ്പടം ഒഴിവാക്കി. ഹെൽത്ത് ഇഷ്യൂ മൂലം നമ്മൾ പപ്പടം ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വരാണ്ടിരിക്കാൻ അതുമൂലം നമ്മൾ പപ്പടം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വറുത്തതും രസവും ചമ്മന്തി അതും കൂട്ടി നല്ല ഉഷാറും കഴിക്കും. ഓക്കെ, അപ്പോൾ അതേ ഫുഡ് വെച്ച് കഴിക്കാനുള്ള സലാഡ് റെഡി, നല്ല കുക്കമ്പർ റെഡി. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ ഞണ്ട് വറക്കാൻ പോകുന്നു. ഞണ്ട് ഫ്രൈ. ഞണ്ട് നമ്മളിവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു. ഞണ്ട് ഇടുന്നത് എത്ര മിനിറ്റ് ഫ്രൈ? നന്നായി ഫ്രൈ ടൈം ഇട്ട് നന്നായി ഫ്രൈ ചെയ്തോളാം. എന്നാലും ഞാൻ അതിനുള്ളേ ഫ്രൈ ചെയ്യില്ല. എന്താ
ഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെയിലി ഉള്ള ഒരു കുക്കിംഗ് ബ്ലോഗ്. കാരണം നമ്മൾ ഡെയിലി വേണ്ടി നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്, അതിനല്ല ചെയ്യാറുണ്ട്. അതിന് പണിയുണ്ടാവില്ല, ചൂടത്ത് കിച്ചണിൽ നിൽക്കാൻ എളുപ്പമല്ലേ. നമ്മൾ തിരച്ചിട്ട് 2 പേരും കൂടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിച്ചണം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല അടുത്തേക്ക് നമ്മൾ രസം വിളമ്പി ആദ്യം. ഇനി അടുത്തത് ചമ്മന്തി കുറച്ചിട്ടാ ചേട്ടാ, കുറച്ച് അടുത്ത ചമ്മന്തി ഇട്ടിടണം. ചമ്മന്തി ഇട്ടു. പിന്നെ ഞണ്ട്, ഇനി അടുത്തത് ഞണ്ട്. വായിൽ വെള്ളം ഇട്ടിട്ട് കാണുമ്പോൾ ഇനി കുക്കമ്പർ സൈഡിലൊരു ഭംഗി, അവസാനം തിന്നെ. ഇത്രയാണ് നമ്മുടെ ഭക്ഷണം കേട്ടോ. എൻ്റെ വിളമ്പിൽ ഇനി അപ്പുണ്ണിയുടെ വിളമ്പ് കേട്ടോ. അപ്പുണ്ണി ഞണ്ട് വെച്ചു. ഞണ്ട് ഞാൻ തന്നെ പൊളിച്ചെടുക്കണ്ടേ? അതന്നെ എനിക്ക് ഞണ്ട് പൊളിക്കാറില്ല. ഇപ്പൊ പുണ്ണിയെ എനിക്ക് പൊളിച്ചരാറ്. പുണ്ണി കഴിക്കണം കേട്ടോ. ആദ്യം നല്ല ചൂട് ചൂട് ചോറെടുത്തു. അപ്പുണ്ണി ചൂട് ചമ്മന്തി കൂട്ടി ഒരു ഇത് വെച്ചു. ഞണ്ട് വെറുതെ അതിനെ ആക്രമിക്കുന്നു. നല്ല ശരിക്കും മാംസമുള്ള ഇങ്ങനെ അത് വെച്ച് കഴിഞ്ഞൊരു കൂട്ടി എല്ലാം കൂടി എടുത്ത് പൊന്നെ എങ്ങനെയുണ്ട്? അടിപൊളി. പുണ്ണിത എനിക്ക് ഞണ്ട് പൊടിച്ചേരുന്നു കേട്ടോ. ഈ ഞണ്ടൊക്കെ പൊടിച്ചിരിക്കുന്നു പാവൻ്റെ പുണ്ണി. എടുത്ത് വെച്ച് എനിക്ക് ചമ്മന്തി വെച്ചു. നല്ല ടേസ്റ്റ്. ഇത് കഴിക്കട്ടെ. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അപ്പൊ ഞങ്ങൾക്ക് കേക്ക് കഴിക്കാൻ പോകാം. അപ്പൊ ഞങ്ങൾ കേക്ക് കഴിച്ചോണ്ടിരിക്കുന്നു. മാർബിൾ കേക്ക് ഇതേ അല്ല, ഇതിൽ മധുരമുള്ള കഴിക്കണ്ട. അപ്പൊ അത് കണ്ടിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു. വേണം. അപ്പൊ എന്താ പ്രവാസികളുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ ജോലി കഴിഞ്ഞ് വരാം, പ്രഷറുള്ള ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് കഴിച്ചു വരുമ്പോഴേക്കും എന്തായാലും ഒരു 10 മണിയാവും. അത് കഴിഞ്ഞിട്ട് ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം, കിടന്നു റിപ്പീറ്റ് ദിവസം ഇത് തന്നെ സംഭവം. കഴിഞ്ഞ് പിന്നെ എടുക്കാറാവും ഇത്രയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ദിവസം കാണിച്ചത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ പുണ്ണി. ഗുഡ് നൈറ്റ്. Good night, sweet dreams. Okay, bye. Kirti Nidish vlog.